ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുമ്പോൾ ഡിവൈൻ എനർജി, യൂണിവേഴ്സൽ എനർജിയിൽ കണക്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. സോ അതൊരിക്കലും കളവാവില്ല, അത് ഒരിക്കലും വർക്കൗട്ട് ആവാണ്ടിരിക്കില്ല. അത് വർക്കൗട്ട് ആവുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രോബ്ലം നമ്മളാണ്, നമ്മൾ ചെയ്യുന്നതിൻ്റെ അകത്തുള്ള തെറ്റുകളാണ്, നമ്മൾ അറിയായ്മ കൊണ്ട് വരുന്ന തെറ്റുകളാണ് കാരണമാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാണ്ടിരിക്കുന്നത്. അപ്പം ഒരു കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം വേണം. നമ്മൾ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം നമ്മൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ കാര്യം സക്സസ് ആവും, ഇല്ലേ? അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ഏറ്റവും ആദ്യം വേണ്ടൊരു കാര്യം വിശ്വാസം. ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ആവുന്നത് നമ്മളെ എനർജിയും കൂടി കണക്റ്റഡ് ആയിട്ടാണ് നമുക്ക് വർക്കൗട്ട് ആകുന്നത്. അപ്പം നമ്മളെ എനർജി വളരെ ലോ ആണ്. നമ്മളൊരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ നെഗറ്റീവ് ചിന്തിച്ച് കൂടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും വർക്കൗട്ട് ആവില്ല. അപ്പം നമ്മളെ എനർജീന്ന് ലോ എനർജി നമ്മൾ അതിൻ്റെ എനർജി ബിൽഡപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ എത്ര സ്ട്രെസ്ഫുള്ളും എത്ര ഡിപ്രഷനും എന്ത് നമ്മൾ ചുറ്റും അത്ര മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞിരിക്കുന്ന ആ സിറ്റുവേഷനാണെങ്കിലും ആ സമയത്ത് നമുക്ക് അത്രമാത്രം യൂണിവേഴ്സിനുള്ള ട്രസ്റ്റ് ആൻഡ് വിശ്വാസം ഉണ്ടാവണം. അങ്ങനെ സ്ട്രെസ് ആൻഡ് വിശ്വാസം മാത്രം മതി നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആവും. ലോ എനർജി ലെവൽ ആണെങ്കിൽ ആ ഒരു യൂണിവേഴ്സിൻ്റെ അടുക്കലുള്ള ആ വിശ്വാസം വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അനദർ തിങ്, വേറൊരു കാര്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സിൻ്റെ കണ്ണിൽ വി ആർ എൻ വെസൽ, നമ്മളൊരു പാത്രമാണ്. നമ്മൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് ഡിവൈൻ എനർജി പോർ ചെയ്യണ്ടെങ്കിൽ നമ്മളെന്ന വെസൽ ഷുഡ് ബി വെരി ക്ലീൻ. ചെറിയൊരു എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പ്ലേറ്റിൻ്റെ അകത്ത് എല്ലാം കഴുക്ക് കണ്ടാൽ നമ്മൾ അതിൻ്റെ അകത്ത് ഫുഡ് വിളമ്പും, ഇല്ലല്ലോ? നമ്മൾ എന്ത് ചെയ്യുക, ആ പ്ലേറ്റ് എടുത്ത് കഴുകിയിട്ട് പിന്നെയും കൊണ്ടുപോയി വെച്ച് മാത്രമേ ഫുഡ് വിളമ്പത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളെന്ന വെസൽ ഷുഡ് ബി വെരി ക്ലീൻ. അങ്ങനെ ക്ലീനാക്കുക മാത്രമേ ഡിവൈൻ യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് ബ്ലെസ്സിങ്സ് തരുത്തുള്ളൂ. സോ നമ്മളെന്ന വെസൽസ് വളരെ ക്ലീനാക്കി വെക്കണം. നമ്മൾ ഹാർട്ട് ഷുഡ് ബി പ്യുവർ എന്നാണ്, ഓറ ഷുഡ് ബി ക്ലീൻ, നമ്മുടെ എനർജി ഷുഡ് ബി ഹൈ, ലോ ആവാൻ പാടില്ല. നമ്മളെ ഹാർട്ട് ഷുഡ് ബി വെരി ക്ലീൻ, നമ്മൾ പോസ്റ്റ് ഷുഡ് ബി വെരി ക്ലീൻ. നമ്മൾ ഒരിക്കലും മറ്റുള്ള ആൾക്കാരുടെ ഒരു ജലസ് വെക്കാനോ അവരുടെ ദേഷ്യം വെക്കാനോ ഒന്നും പാടില്ല. നമ്മൾ ആർക്കെങ്കിലും ഒരു സന്തോഷം അവരുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലൊരു ജലസ് ഉണ്ടാകാൻ പാടില്ല. നമ്മളുടെ ചുറ്റുപാടുള്ള ആർക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാകുമ്പം ആ വിഷമത്തിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല. അതെല്ലാം നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ ആയാലും മാനിഫെസ്റ്റേഷനിലായാലും ഇവൻ മെഡിറ്റേഷനെ ആയാലും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റ് ആക്കാൻ പറ്റും.